മലയാളികളുടെ ഭവന സ്വപ്നങ്ങൾ എന്നും വളരെ വേറിട്ട് നിൽക്കും. കാരണം അവരുടെ ഇഷ്ടങ്ങൾ എന്നും പലതായിരിക്കും. അത് മറ്റാർക്കും അവകാശപ്പെടാൻ ആവാത്ത രീതിയിലായിരിക്കും മലയാളിയുടെ ഭവന സ്വപ്നങ്ങളാകട്ടെ, വാഹന സ്വപ്നങ്ങളാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ നല്ല വെറൈറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു ഒതുങ്ങിയ വീട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് വരാപ്പുഴയിലാണ്. അതായത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളിക്ക് ഒരു 7-8 കിലോമീറ്റർ മാത്രം ദൂരമുള്ള വരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീട്. അതായത് ഞാനിപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടാവും. ഞാനൊരു പാസേജ് പോലെ വലിയൊരു ഏരിയ നടന്ന് വന്നിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത്. ഒരു വലിയ ഭീകര സെറ്റപ്പ് ഒന്നും അല്ലാതെ ഒരു പൊളപ്പൻ വീട്. അതാണ് ഈ വീടിനെ എനിക്ക് പറയാനുള്ളത്. വലിയ ഗിമ്മിക്സുകളൊന്നുമില്ലാത്ത, സ്ലൈഡിങ്ങോ മറ്റോ അല്ലെ ഗേറ്റിൽ വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു ഗേറ്റാണ്. GI പൈപ്പ് വെച്ച് തീർത്തേക്കുന്ന ഒരു ഗേറ്റാണ്. ഒരു നല്ലൊരു പാസേജ് കഴിഞ്ഞിട്ട് വേണം ഈ വീട്ടിലേക്ക് കയറി വരാൻ. ഇത് നോക്കിയേ, വീട് 3.5 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. 3 BHK ആണ് ഈ വീടുള്ളത്. അപ്പോൾ നമ്മളിത് കയറി വരുന്ന ഈ പോർഷൻ 2 കാറുകൾ നമുക്ക് ഈ വീട്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു കാറ് നേരെ വന്നാൽ നേരെ ഇടാൻ പറ്റും, ഒരെണ്ണം അവിടെ ഇടാം. വേണ്ടി വന്നാൽ ഒരു ഇന്നോവ ക്രിസ്റ്റ വരെയൊക്കെ ഇവിടെ കിടക്കും കേട്ടോ. വലിയ വണ്ടി ഇവിടെ കിടക്കും. ഒരു കുഴപ്പവുമില്ലാതെ ഈ വണ്ടി ഇവിടെ കിടക്കുന്ന രീതിയിലുള്ള നല്ല സ്പേസ് ഉണ്ട്. 3.5 സെൻറ്റിലാണ് തീർത്തേക്കുന്നത്. ഇവിടെ പൈപ്പ് കണക്ഷൻ മാത്രമേ ഉള്ളൂ, ജലസ്രോതസ്സായിട്ട് കിണർ ഇല്ല. അത് പൈപ്പ് കണക്ഷൻ്റെ ടാങ്ക് ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ടാങ്ക് വരുന്നത്. അപ്പോൾ ഇതിന് പുറകിലോട്ട് കുറച്ച് വലിയ സ്പേസുകളൊന്നുമില്ല, ചെറിയ സ്പേസാണ്. അവിടെ എല്ലാം ഗ്രാവലാണ് ഇട്ടേക്കുന്നത്. ഇവിടം വരെ മാത്രമേ ടൈലുകളുള്ളൂ. റെഡും ബ്ലാക്കും വൈറ്റും ചേർന്നൊരു കോമ്പിനേഷനാണ് പാവിങ് ടൈൽസിന് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ആ കയറി വരുമ്പോൾ തന്നെ നമ്മൾ വലിയൊരു ഡാർക്ക് കളർ ഒരു പിങ്ക് തീമാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിൽ പുട്ടി വർക്ക് വെച്ചിട്ട് പുട്ടി വർക്കും സിമെൻറ്റ് വർക്കൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ടെക്സ്ചറാണ് ഇവിടെ കാണുന്നത്. അതിനകത്ത് ഈ ഒരു വൈറ്റ് കളർ ജനാലകൾ നൽകിയിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുണ്ട്. ആ ജനാലകൾ നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഫാൻസി ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരം, വളരെ വലിയ ഭീകര സെറ്റപ്പുകളൊന്നും ചെയ്യാതെ തന്നെ ചെറിയ സെറ്റപ്പുകളിൽ ചെയ്തേക്കുന്ന ഒരു ഒതുങ്ങിയൊരു വീട്, എങ്കിൽ അത്യാവശ്യം സൗകര്യങ്ങൾ എല്ലാം ഉള്ള ഒരു വീട്. സിറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഇവിടെ എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു പാസേജ് മാതിരി ഇതിനുള്ളൂ. അപ്പോൾ ആ ഒരു പോർഷനിൽ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഗ്രാനൈറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഈ പുലികളുടെയും മറ്റേ കടുവയുടെയൊക്കെ ആ ഒരു ഡിസൈനിനെ കടുവയുടെയൊക്കെ പുറത്തെ ഡിസൈനിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണെന്ന് എനിക്കത് തോന്നി. അത് എൻ്റെ മാത്രം തോന്നലാവാൻ കേട്ടോ, കാണുന്ന നിങ്ങൾക്ക് വിചാരിക്കാൻ എനിക്ക് ഭ്രാന്താണ്. അത് ഓരോരുത്തർക്കും ഓരോ ക്രിയേറ്റീവും ഓരോ തോന്നലുകളുമാണ്. ഇതാണ് മെയിൻ ഡോറ് തേക്കിലാണ് തീർത്തിരിക്കുന്നത്. തേക്കിൻ്റെ തടിയാണ് മെയിൻ ഡോറിന്. അത് വലിയ ഡിസൈനൊന്നുമില്ല കേട്ടോ, ഭയങ്കര ഭീകര ഡിസൈനല്ല. കുറേ ചെറിയ സ്ക്വയർസും റെക്ടാങ്കിൾസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസൈൻ, വലിയ ഗിമ്മിക്സുകളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ ഇല്ലാത്തൊരു വീടാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയ എന്ന് പറയുന്ന ഏരിയ. ഐവറി കളറിലുള്ള ടൈൽസാണ് ഇവിടെ താഴെ നൽകിയിരിക്കുന്നത്. അതിനകത്ത് ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് TV വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്പേസ്. ഇതാണ് ഇതും ഈ 2 ഭിത്തികളിലും 2 ജനാലകൾ നൽകിയിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട ആ 3 പാളികളുടെ ആ ജനാല, അതായത് ആ വൈറ്റ് കളർ കണ്ട ആ ജനാല ഇതാണ്. നമ്മൾ പഴയ രീതിയിലുള്ള ജനാല പടികളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭിത്തിയിൽ 2 പാളികളുടെ ഒരു ചെറിയ ജനാലയും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് നോക്കാം. ഇതാണ് ഡൈനിങ് ഏരിയ ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു ചെറിയ സ്പേസ് ആണ് ഡൈനിങ് ഏരിയ ആയിട്ട് കൊടുത്തേക്കുന്നത്. നോർമൽ ഇപ്പോഴത്തെ സീലിംഗ് വർക്കുകളുടെ ഒരു ആഡംബരങ്ങളോ അത്യാഡംബരങ്ങളോ ഒന്നുമില്ല, അല്ലാതെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വീടാണിത്. ഇതാണ് വാഷിംഗ് ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു വാഷിംഗ് ഏരിയ. അവിടെ ഒരു മിറർ നൽകിയിരിക്കുന്നു. അവിടെ ഒരു ചെറിയ LED ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടാണ് ഈ ഇപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെയാണ്. സ്റ്റെയർ കേസിന് അടിയിലാണ് ഇൻവെർട്ടർ ഏരിയ വരുന്നത്. കാരണം ആ ഒരു ഏരിയ നമുക്ക് അധികം വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു നല്ല കാര്യമാണ്. ഡൈനിങ് ഏരിയയിൽ നിന്ന് അടുക്കളയിലേക്ക് വരുമ്പോൾ ടൈലുകളുടെ നിറം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും കൂടുതലും ഈ അടുക്കളയിൽ തടിയുടെ ഡിസൈനോട് കൂടിയ ടൈലുകളാണ് കൂടുതലും ആൾക്കാർ ഉപയോഗിച്ച് കാണുന്നത്. അത് നല്ലൊരു ട്രെൻഡായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു L ഷേപ്പിലുള്ള ഒരു കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇത് കിഴക്കോട്ടാണ് അടുക്കള ഇരിക്കുന്നത്. ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും മൾട്ടിവുഡാണ് കാണുന്നതെങ്കിൽ ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബെഞ്ച് ടോപ്പിനെല്ലാം ഇവിടെ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ സിങ്കിൽ 2 പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്.
താഴത്തും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ ഇതുകൊണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് വലിയ സ്പേസ് ഇല്ല കേട്ടോ, ഒരുപാട് സ്പേസ് ഒന്നും അവകാശമില്ല. ഇവിടെ എല്ലാം മെറ്റൽസ് ഇട്ടേക്കുകയാണ്. അവിടെയും നമുക്ക് അത്യാവശ്യം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ക്ലോസ്ഡ് ആയിട്ട് ഒരു ഇതൊക്കെ ഷീറ്റ് അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, തുണി കഴുകി വിരിക്കാനും മറ്റു കാര്യത്തിനുള്ളൊരു സൗകര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുക്കള കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ താഴത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത്. അത് ഇവിടെയാണ് ആ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇതാണ് ബെഡ്റൂം. ചെറുതെങ്കിലും അത്യാവശ്യം മനോഹരമായി തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബെഡ്റൂമാണ്. 2 ഭിത്തികളിലും ജനാലകൾ നൽകിയിരിക്കുന്നു. അത് നല്ല രീതിയിൽ വെളിച്ചത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഇതാണ് ബാത്റൂം. ഒരുപാട് വലുതല്ല, ചെറുതായിട്ടുള്ളൊരു ബാത്റൂമാണ്. ഒരുപാട് വലിയ സ്പേഷ്യസ് അല്ല, ചെറിയ ബാത്റൂമാണ്, എങ്കിലും മനോഹരമായിട്ട് തന്നെ അതിനെ ഒരുക്കിയെടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അത് കണ്ടു. ഡോറുകളെല്ലാം ഫൈബർ ഡോറുകളാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയിലേക്ക് പോകാൻ സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസിന് നമ്മൾ സിറ്റ് ഔട്ട് എന്ന് പറയുന്ന പോർഷനിൽ കണ്ട അതേ രീതിയിലുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തേക്കുന്നത്. കൈവരികൾ GI പൈപ്പ് കൊണ്ട് തീർത്തിരിക്കുന്നു. ഒപ്പം തന്നെ ആ ഒരു പിടി അത് തടിയുടെയാണ്, റെഡിമെയ്ഡ് തടിയാണെന്ന് തോന്നുന്നു. അതെന്തായാലും നല്ല ഭംഗിയുണ്ട്. കയറി വരുമ്പോൾ തന്നെ സ്റ്റെയർ കയറി ഒരു പോർഷനിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു 2 ചെറിയ ജനാലകളുടെ ഓപ്പണിങ് നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് കിടക്കാം. മുകളിലേക്ക് കിടക്കുമ്പോൾ ഇവിടെയും ഒരു ചെറിയ ജനാല നൽകിയിട്ടുണ്ട്, ഓപ്പണിങ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മളെ സ്വീകരിക്കുന്ന ഒരു ചെറിയൊരു ലോബി ഏരിയയാണ്. അത്യാവശ്യം മനോഹരമായിട്ടുള്ള ചെറിയ ലോബി ഏരിയ. നമ്മൾ ഹോളിൽ കണ്ട പോലെ തന്നെ, അതായത് കയറി വരുന്ന ആ ഒരു ലിവിങ് ഗസ്റ്റ് ലിവിങ് ഏരിയ കണ്ട പോലെ തന്നെ ചെറിയൊരു ഏരിയയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. താഴത്തെ പോലെ തന്നെ അത്യാവശ്യം അതേ സ്പേസ് തന്നെ ഉള്ള ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ്. 2 ജനാലകൾ 2 ഭിത്തികളിലായിട്ട് നൽകിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. എല്ലാം നല്ല ടൈലുകളൊക്കെ ഉപയോഗിച്ച് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്ന് ഇത്തിരി താഴ്ത്തിയാണ് അതും പണിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 3ാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് കയറാം. താഴത്തെ ബെഡ്റൂം കണ്ട അതേ പൊസിഷനിൽ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് ഈ ബെഡ്റൂമും ഉള്ളത്. സെയിം എല്ലായിടത്തും ഒറ്റ കളർ ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയുള്ള ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരുപാട് വലുതെന്ന് അവകാശപ്പെടാനില്ലാത്ത ചെറുതായിട്ടുള്ളതെങ്കിലും അത്യാവശ്യം ഉപയോഗപ്രദമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ബാത്റൂമുകളും ബെഡ്റൂമുകളുമാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് ചെറിയൊരു ബാൽക്കണി ഏരിയ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാൽക്കണി ഏരിയയാണ്. കണ്ടോ? ഇനി ഇവിടെയും ഉണ്ട്. ഇവിടെ എല്ലാം കൈവരികൾ തീർത്തിരിക്കുന്നത് GI പൈപ്പ് കൊണ്ടാണ് കൈവരികളെല്ലാം തീർത്തിരിക്കുന്നത്. ഇതുവഴിയാണ് ഇവിടെ സ്റ്റെയർ കേസിലേക്ക് കയറുന്നത്. ടെറസിലേക്ക് കയറുന്നത്. ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പടികൾ അവിടെ നൽകിയിരിക്കുന്നു. അതും നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീട് മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. മുഴുവൻ കണ്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്ന പ്രൈസ് 42 ലക്ഷം രൂപ മാത്രമാണ് അവർ ചോദിക്കുന്ന പ്രൈസ്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ എടുക്കുക, വിളിക്കുക, അവരുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അവർ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ, ഞാൻ ഈ പറഞ്ഞു തന്നതിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കൂടെ കിട്ടുന്നതായിരിക്കും. അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അത് പറയാൻ. നിങ്ങളത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ, നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണോ, ദയവായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിരിക്കും ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ റിലേറ്റീവ്സിനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അവരും ചിലപ്പോൾ ഈ ഒരു ബഡ്ജറ്റിനുള്ള വീട് നോക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ വീഡിയോസ് എത്താനായിട്ട് നിങ്ങൾ ദയവായി ഷെയർ ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിളിക്കാൻ മറക്കരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതിനുള്ള മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തുന്നതായിരിക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. ആ കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്.
ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.